അത് തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ നടപടിക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു കോടതി എന്ന വിവരം വരുന്നു. ആ വിവരം ഇങ്ങനെയാണ്: തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിചാരണ കോടതി പരാമർശത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നു. സർക്കാർ നൽകിയ അപ്പീലിലാണ് സ്റ്റേ. തന്ത്രിക്ക് നോട്ടീസ് അയക്കും. സർക്കാർ നൽകിയ അപ്പീലിൽ വാദം കേൾക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, തന്ത്രി കുറ്റക്കാരനല്ല, തന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലും തന്ത്രി ഭാഗമായിരുന്നില്ല. ഇത് തീർത്തും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായ കാര്യങ്ങളിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ തന്ത്രിക്ക് കഴിയില്ല എന്ന് തുടങ്ങി തന്ത്രിയെ വിശുദ്ധനായി കണ്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങളായിരുന്നു വിചാരണ കോടതിയിൽ നിന്ന് ജാമ്യം നൽകിക്കൊണ്ട് നടത്തിയിരുന്നത്. അതിനിപ്പോൾ ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. സർക്കാർ എന്താണ് അപ്പീലിലൂടെ ഹൈക്കോടതിയിൽ വാദിച്ചത്? എന്താണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? സർക്കാർ തന്ത്രിയുടെ ജാമ്യ ഹർജിയെയും അതോടൊപ്പം തന്നെ കോടതിയിലെ പരാമർശങ്ങളെയും എതിർത്താണ്, വിചാരണ കോടതിയിലെ പരാമർശങ്ങളെയും എതിർത്താണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. തന്ത്രിക്ക് ഈ കേസുമായി പങ്കുണ്ട്, ഗൂഢാലോചനയിൽ കൃത്യമായ പങ്ക് തന്ത്രിക്കുണ്ട്. അത് പക്ഷേ വിചാരണ കോടതി പരിഗണിച്ചില്ല. വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾ പലതും അത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയിൽ സർക്കാർ തന്ത്രിയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചത്. ഇന്ന് ആ ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ആ ഘട്ടത്തിലാണ് പ്രമാ ഫേസി ഇത് സസ്റ്റൈനബിൾ ആണ്, അതായത് സർക്കാർ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് തന്ത്രിയെ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ ഹർജിയിൽ ഉടൻ വാദം കേൾക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം 26-ാം തീയതിയാണ് ഈ കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുക. അതിനു മുൻപ് തന്നെ ഈ സർക്കാർ നൽകിയ അപ്പീലിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കൂടി കോടതി പോയിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ വൈരാഗ്യമാണ് തന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെന്നൊരു കടുത്ത പരാമർശം തന്ത്രി നടത്തിയിരുന്നു. ഇതിപ്പോൾ SIT ആണല്ലോ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. SIT ഈ കാര്യങ്ങളിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട, കോടതിയെ അറിയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കുന്നത് വിഷ്ണു, തന്ത്രിക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നിയമവിരുദ്ധ നിക്ഷേപമുണ്ട് എന്ന കാര്യം കോടതിയെ അറിയിച്ചു. മാത്രമല്ല, ഒന്നാം പ്രതിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ തന്ത്രിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നീ കാര്യങ്ങൾ SIT ഹൈക്കോടതിയെ അറിയിച്ചതായി ഉള്ള വിവരങ്ങൾ വന്നിരുന്നു. ഈ കാര്യങ്ങളിൽ സ്ഥിരീകരണമുണ്ടോ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തന്ത്രിയുടെ ഈ ക്രൈമിലെ ഇൻവോൾവ്മെന്റുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വളരെ കൃത്യമായ ഒരു അഫിഡവിറ്റ് ആണ് ഹൈക്കോടതിയിൽ SIT നൽകിയത്. പ്രധാനമായും തന്ത്രിക്ക് ഈ കേസിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട SIT മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അതോടൊപ്പം തന്നെ ഇതിലെ മറ്റുള്ള ആളുകളുമായൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. പക്ഷേ വിചാരണ കോടതി അത്തരം തെളിവുകൾ പരിഗണിച്ചില്ല എന്നാണ് കോടതി SITയുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ വിചാരണ കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് കേസിന്റെ അന്വേഷണം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല, കേസ് ഡയറി പൂർണ്ണമായി ഹാജരാക്കിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പരാമർശം അത് കേസിന്റെ മെറിറ്റിനെ തന്നെ ബാധിക്കും. ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ SIT അപ്പീൽ നൽകിയത്. ആ അപ്പീൽ ഇന്ന് പരിഗണിച്ച് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് ആ ഹർജി പരിഗണിച്ചത്. ശരി വിഷ്ണു, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് വിചാരണ കോടതി, അതായത് വിജിലൻസ് കോടതി അന്ന് തന്ത്രിക്ക് ജാമ്യം നൽകാൻ ഇടയായ സാഹചര്യം, തന്ത്രിക്കെതിരെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ശേഖരിക്കാൻ SITക്ക് കഴിഞ്ഞില്ല. പ്രാഥമികമായ തെളിവുകൾ പോലും കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്ത്രിയെ ഈ കേസിൽ കുറ്റക്കാരനായി കാണാൻ കഴിയില്ല. തന്ത്രി ആചാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഒരു സംവിധാനം അവിടെയുണ്ട്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തന്ത്രിക്കുണ്ടെങ്കിൽ പോലും അത് ഇങ്ങനെയൊരു സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിക്കുന്ന തരത്തിലൊരു ബന്ധമുണ്ടെന്ന് തെളിയിക്കാനോ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പ്രൂവ് ചെയ്യാനോ പാകത്തിലുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട്, എന്ന നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് വിജിലൻസ് കോടതി അന്ന് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയത്. അതിനുശേഷം തന്ത്രി പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്ത്രി പറഞ്ഞത് ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണ്. കാരണം ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്റെ നിലപാട് താൻ ഉറച്ചു നിന്നു. അന്ന് സർക്കാർ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ഇടപെടൽ നടത്തിയപ്പോൾ അതിനെതിരെ താൻ സംസാരിച്ചു. അതിനുള്ള പകപോക്കലാണ്, അതിനുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലായിരുന്നു തന്റെ അറസ്റ്റിലൂടെ നടത്തിയത് എന്നായിരുന്നു. വിഷ്ണു, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, വിചാരണ കോടതി തന്ത്രിക്ക് ജാമ്യം നൽകുമ്പോൾ പറഞ്ഞത് പ്രാഥമികമായി ഈ കേസുമായി ബന്ധപ്പെടുത്താവുന്ന
തെളിവുകളൊന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നായിരുന്നു. ഈ കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നില്ലേ? അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. SITയുടെ അപ്പീലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം SIT വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ അഫിഡവിറ്റിൽ തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. പക്ഷേ വിചാരണ കോടതി ആ തെളിവുകളൊന്നും പരിഗണിച്ചില്ല. ഇത്തരത്തിൽ ഈ കേസിന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ, അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ കേസ് ഡയറി പോലും ഹാജരാക്കാത്ത ഒരു ഘട്ടത്തിൽ തന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് SIT ഹൈക്കോടതിയിൽ കൃത്യമായി തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഇതിൽ ഈ പരാമർശങ്ങൾ കേസിന്റെ മുന്നോട്ട് പോക്കിനെ കാര്യമായി ബാധിക്കും. പ്രത്യേകിച്ച് ഇത് ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് ഡിവിഷൻ ബെഞ്ചായിരുന്നു. ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചാണ് രൂപീകരിച്ചത്. ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായി തന്നെ ഈ തന്ത്രിയുടെ പങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി തന്നെ പറഞ്ഞു, ദേവസ്വം ബെഞ്ചിനെ ഈ അന്വേഷണ സംഘം രൂപീകരിച്ച ദേവസ്വം ബെഞ്ചിന് കൃത്യമായി ഈ തന്ത്രിയുടെ പങ്ക് എന്നുള്ള കാര്യത്തിൽ ഒരു ബോധ്യപ്പെടുത്താൻ അന്വേഷണ സംഘത്തിനായിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് വിചാരണ കോടതി ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് പോയത് എന്ന് സിംഗിൾ ബെഞ്ച് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് സർക്കാർ നൽകിയ അഫിഡവിറ്റ്, അതായത് തന്ത്രിക്കെതിരെ നൽകിയ അഫിഡവിറ്റിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ടാണ് വിചാരണ കോടതി തന്ത്രിക്ക് അനുകൂലമായി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. തന്ത്രിയെ സംബന്ധിച്ചത് തിരിച്ചടിയാണ്, SITയെ സംബന്ധിച്ചത് വലിയ ആശ്വാസമാണ്. കാരണം കേസിന്റെ മുന്നോട്ട് പോക്കിനെ അത് ഭാവിയിലൊക്കെ വലിയ മറ്റു പ്രതികൾക്ക് കൂടി ഒരു പക്ഷേ അനുകൂലമാകാവുന്ന ഒരു പരാമർശമാണ് വിചാരണ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.